ചേച്ചി നിങ്ങളുടെ മടത്തിൽ ചേർത്തേനേന്ന്. फिर से चली गई वही. എന്തേ കാണിക്കുന്ന മോളെ? ചെപ്പടിക്കുന്നിൽ ചിന്നിച്ചിലമ്പും ചക്കരപ്പൂവേ. अच्छा वही के साथ गए हो. उसको सब जानते हैं, यही नहीं जानती थी बस उसको. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും നോക്കിയാ. ഞാൻ പറയാം സുമിത്ര എന്ത് പറയുന്നു? ആ സുഖരിക്കും എന്നാ ഇറങ്ങട്ടെ. ഇരിക്കടാ, ചായ കുടിച്ചിട്ട് പോവാ. ഇല്ല, ക്ലാസ് ഉണ്ട്. കാടിൻ കുഞ്ഞ് നീ എന്റെ बैठ गई फिर से. അതാണ് ഗിരി. നീ കണ്ടിട്ടില്ലേ? എത്രയോ തവണ അവനോട് വന്നിരിക്കുന്നു. എന്റെ കെട്ടിയോൻ കുംഫുക്കാരൻ ടോമിച്ചിന്റെ. अच्छा अच्छा स्टूडेंट है इसके पति का. ഒരുമിച്ച് പഠിച്ചതാ. പാവം, അവക്ക് മാധവേട്ടൻ മരിച്ച പിന്നെ ഗിരി മാത്രമേ ഉള്ളൂ. അവൻ അമ്മയും. ഇല്ല, ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം പോരല്ലോ, കൃഷി ചെയ്യാനും ആരേലും വേണ്ടേ? സുമിത്ര നന്നായി കവിതകൾ. എന്നിട്ട് അവളിപ്പോ ഒന്നും എഴുതും. കരയുന്ന ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതീതും പറഞ്ഞിട്ടാ. പാവം ചെക്കൻ. നല്ല ചേട്ടനാണ്. നമ്മുടെ നാട് വിട്ടോടി കാഞ്ഞാണിയും ഗിരിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. അവന് ഗിരിയെ ശരി. तो इसका बेटा गया. उसकी बेटी के पास जाएगा. फिर से बंद हो गई इसकी बाइक. अच्छा इंटरनेट कैफे कैफे में क्यों जा रही है? चले किसी के पास. इसका कैफे है ये. എങ്ങനെയുണ്ട് എന്റെ പുതിയ ബിസിനസ്? फिर से बिजनेस बदल दिया उसने. पहले लेबर सप्लाई का बिजनेस कर रहा था. എന്തിനാ? ഇമ്മോറൽ. പാവം കുട്ടികൾ, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാൻ. എനിക്ക് ബ്രൗസ് ഒന്നും ചെയ്യണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ये इनका बेटा है उनका. അപ്പോഴേക്കും പഠിക്കും. പറയാം, ഒക്കെ പറയാം. എനിക്ക് വയസ്സറിയിച്ച കാലം മുതൽ മൂന്നുപേരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. कौन तीनों? अरे इसका दोस्त ही था वो. ये गिरी और ये. ഇന്ന പ്രേമവും. अच्छा कोई लड़की भी थी. പ്രേമോ? ആ, കട്ട പ്രേമം. എല്ലാ പെൺകുട്ടികളെയും പോലെ അമേരിക്കയിൽ നിന്ന് നല്ലൊരു ആലോചന വന്നപ്പോൾ അവള് കല്യാണം കഴിച്ചിട്ട് പോയി. അന്ന് ജൂലി കാഞ്ഞാണി कजन. അവൻ ആ ബുള്ളറ്റിന്റെ ബാക്ക് സീറ്റ്. उसे पता चला ना अगर इस लड़की के बारे में. മോളെ, ഒരു 5-6 പേരെ പ്രേമിച്ചതിന്റെ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് ബെസ്റ്റ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് ഇഷ്ടമാന്ന് ഞാൻ പറയും. നിന്നെ കണ്ട പുള്ളിക്ക് തിരിച്ചറിയുന്ന പോലും സംശയം. അപ്പോഴാണ് നീ ഇഷ്ടം പറയാൻ പോണെ. इसके पापा कहाँ जा रहे हैं? बंद है वहाँ पे तो रास्ता. काम चल रहा है ना रोड का. गाड़ी भी बंद हो गई. इनकी सारी गाड़ियाँ ऐसी है. कार भी ऐसी है, वो बाइक भी ऐसी है. बंद पड़ती रहती है. ആഹാ, നിങ്ങൾക്ക് ഇതൊക്കെ നന്നാക്കാൻ അറിയാവോ? ഇത് വല്ലതും അറിഞ്ഞിട്ടാണോടി? डॉक्टर नो. കാശ് കൊടുത്ത് പുതിയ കാർ മേടിക്കാതെ പൊട്ട കാർ കൊണ്ട് ഇറങ്ങിക്കോളും. നന്നാക്കിട്ട് വന്നാൽ മതി, ഞാൻ നടന്നു പോവാം. വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഇനി വല്ല ടാക്സിയും വിളിക്കണം. ഓ, ഇനിയിപ്പോ ഇത്രയും ദൂരല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടാക്കാം. चले गई है. बैठ गया कि पहले बैठ गई. पीछे बैठ गई. എന്തേ നടന്നു പോണില്ലേ?
ഞാൻ കേട്ടു റെക്കോർഡ് ശ്രീധനായിരുന്നില്ലേ? പിന്നെ 200 പവനും എന്റെ കാറും. ഡോക്ടർ, നിങ്ങൾ ഈ കാശുകാർ ശ്രീധനം കൂട്ടിക്കൂട്ടിയത് എങ്ങോട്ടാ? सही कह रहा हूँ, എനിക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും കാണുന്നതേ കഴിയും. सही बात. അത് പിന്നെ ഗിരിയെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഈ പാവങ്ങളെ. ओ पुलिस. क्या हो? എന്താണ് വണ്ടിയില്? കുറച്ച് ചാണക സാറ്. बहुत सालों पहले मारा था ना जब पुलिस को. പുറത്തോട്ടിറങ്ങത്തില്ലേ? നിന്റെ കാലെന്താ തളർച്ചയാണ്? ആരാ സാർ? എസ് ഐ ജോർജ് ആണോ? സാറിന്റെ പേര് പറ. अच्छा इसको मारा था शायद. വിട്ടു പോകാൻ പറയടോ. ये वही है जिसको मारा था. കണ്ടാത്തോണ്ടാ? पहले किस कर रहा था बात देखो. अच्छा അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ രണ്ടാൾ അകത്തായിരുന്നു. അയാൾ ICUയിലും ഞാൻ ജയിലിലും. പപ്പ, ഓ, എന്നെ കിട്ടുന്ന ആൾക്ക് പപ്പ എത്ര രൂപ സ്ത്രീധനം കൊടുക്കും? അഥവാ അങ്ങനെ ആരെങ്കിലും വന്നാ അവർക്ക് അമ്മ കെട്ടിച്ചോട്ടെ. കുട്ടിയല്ലേ ഗിരി, ഒരു പാവം കർഷകനല്ലേ? ഒരു ഡോക്ടർ ഒരു കർഷകനെ കെട്ടിയെന്ന് നിങ്ങൾ उसको എവിടെയെങ്കിലും सुनाई दे रहा बस. ആ കുട്ടിക്ക് ഇഷ്ടമാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ എവിടെയാ താമസിക്കുന്നതെന്നെങ്കിലും പൂജയ്ക്കറിയാമോ? മോഹൻലാലും സിൽക്ക് സ്മിതയും അഭിനയിച്ച ഏഴിമല പൂഞ്ചോല എന്ന ഗാനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് വളരെ മോശമായി പോയി. असली में ये चल रहा है. हाँ അന്ന് വരെ നല്ല അന്തസ്സായിട്ട് കിടന്നുറങ്ങിയിരുന്ന ഞാനാ. सब उसके घर को ढूंढेगी वो. എന്റെ ടോമിച്ച. पहली बार उसने ऐसे कपड़े पहने. ഒറ്റ മിനിറ്റ്. മോളിത് എങ്ങോട്ടാ? പുറത്തേക്ക് ഒരാളെ കാണാൻ. ഇപ്പൊ പോണ്ട മോളെ, നല്ല മഴ വരുന്നു. क्या देख रही हो? ഞാൻ പറഞ്ഞാണല്ലോ രാവിലെ പോണ കാര്യം. क्या लग दिया उसने? അതെ, ഈ ഗിരിയേട്ടന്റെ വീട് എവിടെയാ? ഇതാ കാണുന്ന വയലിന്റെ അപ്പുറത്തായിട്ടുള്ള വീടാ. അപ്പുറത്തോ? ആ, मामी से बाइक चलाती हुई. बाइक बाइक चलाती हो? उसी की बाइक है ये. वाह, कितनी खूबसूरत जगह ना. अच्छा, वो है इसका घर. उसका घर ऊपर, ये उसके खेत होंगे. बारिश आने लगी. देखो बारिश आने लगी है, देखो आ गई बारिश. उसके पापा ने मना भी किया था. उसके पापा ने बिल्कुल सही कहा था. भीग जाएगी तो. देख लिया. ഏയ്, നീ എന്താ ഇവിടെ? അതാരാ അടിയെ പോയേ? അത് നിങ്ങളുടെ മോള് തന്നെയാ. എന്നാ ഓക്കേ. उसको टांग दिया. മത്തായി ഡോക്ടറുടെ മോളാ. മോളിരിക്കെ, അമ്മ ചായ എടുക്കാം. ഞാൻ എഴുതി കവിതയാ. ऐसे भी लिखा है. न्यूज़पेपर भी पढ़ने लगी. सारे काम कर लिए. खाना बना खाना भी रही. बनाने लग गई. ये भाग के जाएगी, चेंज करेगी. ഞാൻ പോയി നോക്കാം. आ गया देखो. अच्छा देख लिया. इसने, इससे अब पता चल गया.
ആ എനിക്കറിയില്ല. പൂജ, ആന്റി ഉപദേശിക്കാന്ന് കരുതരുത്. ഗിരി വരും. മെച്ചൂർഡ് ആകാത്ത പ്രായത്തിൽ തോന്നുന്ന കുറെ നാൾ സ്നേഹിച്ച ആളെ മറന്ന് ചായ കുടിക്കുന്ന 2 മിനിറ്റ് സമയം കൊണ്ട് അമേരിക്കയിൽ उसकी आंटी पीछे पड़ गई। പപ്പയ്ക്കും അമ്മയ്ക്കും ഗിരിയേട്ടനെ ഭയങ്കര ഇഷ്ടം. ആന്റിക്കും ഇഷ്ടല്ലേ? അത് നമുക്ക് ഇഷ്ടമുള്ള ആളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ഗിരിക്ക് ഇതറിയോ? നീ ഓശാനല്ലേ? അത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക്. അവര് ഹിന്ദുക്കൾക്ക് ഓശാനയില്ല. അന്ന് ഗിരിയുടെ പിറന്നാളാണ്. अच्छा ओ गिरी का बर्थडे संडे को। उसका पीछा करती रहती है। उसे बोला तो किसी स्पेशल जगह पे जाएगा। जा कहाँ रहे? ये तो कहीं जंगल में आ रहा है। ओ खूबसूरत जगह पे जा रहा है। खूबसूरत नज़ारा वहाँ से। वाह वो भी आ गई। കർത്താവേ, ആരായാലും ആദ്യമായിട്ട് അമ്പലത്തില് ഒന്നും തോന്നല്ലേ. ഗിരിയേട്ട എന്താ പ്രാർത്ഥിക്കുന്ന വെച്ചാ അതങ്ങോട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് गिरी दे देना। सुन लिया उसने। सुन लिया होगा? नहीं सुना उसने। क्या पता सुन लिया। ആരും വരാത്ത അമ്പലത്തില് പിറന്നാളുകാരൻ എന്താ കാര്യം? സെർവനാക്കിയപ്പോൾ കാട് വന്ന് മൂടിപ്പോയി. അച്ഛൻ പാർട്ടിയിലുണ്ടായിരുന്ന കാലത്ത് പോലും ഇവിടെ വരുമായിരുന്നു, രഹസ്യമായിട്ട്. फिर से बारिश आने लग गया। ओहो हाँ बारिश आने वाली वहाँ। എന്തിനാ? हो गई। आ गई। जैसे मिलते हैं बारिश होने लग जाती है। മഴ ആദ്യം പെയ്യുന്നത് കുന്നിന്റെ മുകളിലാണ്, അറിയോ? उससे ला रखा है उसके लिए कुछ बर्थडे गिफ्ट। ഈ പ്രായത്തിലൊരു പെൺകുട്ടിക്ക് മുതിർന്നൊരു ആണിനോട് തോന്നുന്ന ഐറ്റം उसको पता है। അത് ഊതി ഉറപ്പിച്ച് വലുതാക്കാൻ തോന്നും. താനുള്ള ഒരാളാണെന്ന്. തൽക്കാലം വേറെ ചിന്തകളൊന്നും വേണ്ട. उससे तो पहले ही मना कर दिया। വാ, മഴ തോർന്നു, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, എൻ്റെ ബൈക്കുണ്ട്. कम से कम सुन तो लेता उसकी बात। उसे पता था ना कि क्या कहना चाहती है। क्या ला रखा था उसने? पता नहीं क्या उसमें। वही वाला चढ़ रहा है। दिल टूटने वाला। उसके पापा एक्सपेरिमेंट करते रहते हैं। जैसे से फेल होते रहते हैं। कहाँ जा रही? अपने कमरे में। दूध ഗിരിയേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ശരിക്കും വിഷമായി. ഞാൻ കുട്ടിയാണ് പോലും. മൂപ്പർക്ക് എനിക്ക് 18 വയസ്സാവുമല്ലോ. അപ്പൊ ഞാൻ വീണ്ടും അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചപ്പോഴും മെഡിക്കൽ എൻട്രി. उसके पापा सुन रहे।
कोई नए टीचर आ रखे हैं? कैसे पढ़ाते कोचिंग वाले? अच्छा कोचिंग में जा रहे करिए। वो भी डर गई। ई बे- जबरदस्ती पकड़ secret के लिया। लिए आया। 5-6 മാസത്തെ പീഡനകാലം അവസാനിച്ചു. എൻട്രൻസ് എക്സാം ഞാൻ പക്ഷെ ഒന്നും മാത്രം മാറിയില്ല. ഗിരിയേട്ടൻ, गिरी മൈ ഫസ്റ്റ് ലവ്. कहाँ गया? പോയാലും എത്ര വലിയ ഡോക്ടറായാലും അവസാനം ആളുടെ അടുത്തേക്ക് തന്നെ വരുന്നു. എൻട്രൻസ് കിട്ടിയെന്ന് റേച്ചില് പറഞ്ഞു. എന്നാ പോണേ? മറ്റന്നാൾ ക്ലാസ് തുടങ്ങും. നാളെ പോണം അമ്മേ. ആ എപ്പോഴാ വരാ? അയ്യോ, അവൻ ഇവിടുത്തെ അമ്പലത്തിലേക്കല്ല പോയത്, ചൈനയിലെ ഒരു അമ്പലത്തിലേക്കാ പോയത്. अच्छा इसलिए चाइना गया. चाइना चला गया। चाइना क्यों गया? പ്രാർത്ഥിക്കാൻ പോണ അമ്പലമൊന്നും അല്ല, അവന്റെ കുങ്ഫു പഠിപ്പിക്കുന്ന വലിയൊരു അമ്പലമില്ലേ, अच्छा അവിടെയാ. चाइना में कुंफू सिखाता है। ഞാൻ തനിച്ചാവെന്ന് കരുതി അവൻ ഇത്രയും നാളും പോവാതിരുന്നേ. ഇപ്പൊ അവൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം നടത്താൻ പോയി. क्या हुआ? झगड़ा हुआ सर। കൊല്ലൂന്നും പറഞ്ഞ് ഭീഷണിയും തുടങ്ങി. ഒടുവില് ഗുണ്ടകൾ ഇവിടെയും വന്നു തുടങ്ങിയപ്പോ ഞാൻ ദൂരത്തായാലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂല്ലോ. അല്ല, മോളെന്തിനാ വന്നേ? कैसे मिलेगी उससे? അങ്ങനെ और सैड हो गई. ഒരു വാക്ക് പോലും പറയാതെ മിസ്റ്റർ ഇത് ഒക്കെ വെറുതെ. उसी गाड़ी में. ഒരു വൈൻ ഉണ്ടാക്കാൻ തുടങ്ങായിരുന്നു. उसके बाद सीढ़ियाँ भी थी ना, सीढ़ियाँ। സ്കൂൾ സ്റ്റുഡൻസിനെ അനാശാസ്ത്രത്തിന് പ്രേരിപ്പിച്ചതിന് കാഞ്ഞാണി ചേട്ടൻ പോലീസ്. कैफे. गलत तरीके से तो वो कमाता था। ഞാൻ പോകുന്നതിൽ ഒരാൾക്ക് മാത്രം